ഹലോ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ ഞങ്ങളെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ റിയാദിലുള്ള ടൈമിലായിരുന്നു നമ്മളെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു നല്ല സ്റ്റേ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. റൂം അൽറഹ്ദ എന്ന് പറഞ്ഞിട്ടുള്ള റിയാദിലുള്ള ഹോട്ടലിലാണ് കേട്ടത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ കയറി ചെല്ലുന്ന ഭാഗത്ത് ഇങ്ങനെ നല്ല ലൈവ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നല്ല രസമുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മളെ റൂംസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. നമ്മളെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൂം നല്ല ഭംഗിയിൽ കാണിച്ചു തരാം. നല്ല രസമുള്ള റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയ പാടെ തന്നെ അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു ബാൽക്കണിയൊക്കെ ഉള്ള ഒരു നല്ല റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പൂളിൽ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇവിടെ തന്നെയാണ്, ഇൻഡോർ പൂളാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് അവിടെ ആളുകളൊന്നും വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ തന്നെയാണ് ഡിന്നറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ നല്ലൊരു കേക്കും അതുപോലെ പിന്നെ നല്ലൊരു പ്ലേറ്ററൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് നല്ല ഡിന്നറൊക്കെ കഴിച്ച് ലാസ്റ്റ് ഡെസേർട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മളെ റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവിടെ ആണെങ്കിൽ നല്ല സമ്മർ ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുള്ള ടൈമിലായിരുന്നു. അപ്പോൾ അത് നല്ല വെയിലുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫ്രഷ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ബൊഫേ ആയിരുന്നു ഇവിടുത്തെ. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ നമുക്ക് എന്താണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റംസ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിതാ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം
ഇതാ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ G-Shockൻ്റെ ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കിതാ ഈ ഒരു വൈറ്റ് പ്യൂമയുടെ ഷൂ ആണ് കേട്ടോ തന്നത്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു, അവിടേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പാർക്കിലേക്കാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു പാർക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.